പ്രധാനമന്ത്രിയുടെ ജന്മദിനം പള്ളിയിൽ ആഘോഷിക്കുമെന്ന് BJP പോസ്റ്റർ ഇടുക്കി മുതലക്കോടം പള്ളിയിലാണ് ആഘോഷം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റർ അടിച്ചത് ഇടവക അറിയാതെയാണെന്നാണ് പള്ളി വികാരി വ്യക്തമാക്കുന്നത്. പള്ളിക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു ബന്ധവുമില്ല. കുർബാനയ്ക്ക് പണം അടച്ചിരുന്നുവെന്നും പോസ്റ്റർ അടിച്ചതിൽ വീഴ്ച പറ്റിയെന്നുമാണ് BJPയുടെ വിശദീകരണം. ആഷിഖ് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. ആഷിഖ്, എന്താണ് അവിടെ നടക്കുന്ന ഏർപ്പാടെന്താണ്? അത് രസകരമായ ഒരു സംഭവമാണിത്. തൊടുപുഴയിലെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് മുതലക്കോടത്തുള്ള സെന്റ് ജോർജ് ഫെറോന ചർച്ച്. അവിടെ വെച്ചാണ് ഇന്ന് രാവിലെ BJP പ്രത്യേകിച്ച് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ മോദിജിയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് പള്ളിയുടെ ചിത്രമടക്കം വെച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ പോസ്റ്റർ അച്ചടിച്ചു വന്നത്. ഈ ആഘോഷ പരിപാടികളിൽ ഷോൺ ജോർജ് അടക്കമുള്ള ദേശീയ നേതൃത്വം പങ്കെടുക്കുമെന്നൊക്കെയായിരുന്നു പോസ്റ്ററിൽ പറഞ്ഞിരുന്നത്. ഈ പോസ്റ്റർ പുറത്തു വരികയും എന്നാൽ ഇത് വിവാദമാവുകയും ചെയ്തതോടെ ഇതുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് വിശദീകരിക്കുന്നത് തങ്ങൾ കുർബാനയ്ക്ക് പണം നൽകിയിരുന്നു. ദേശീയ നേതൃത്വവും സംഘടനാ നേതൃത്വവും അടക്കം രാവിലത്തെ കുർബാനയിൽ പങ്കെടുക്കുകയും മോദിജിക്ക് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് പറയുക. അതിനുശേഷം പള്ളിക്ക് പുറത്ത് മറ്റൊരിടത്ത് വെച്ച് കേക്ക് മുറിക്കുകയും ചെയ്തു എന്നാണ് വിശദീകരിക്കുന്നത്. ഈ നടപടിക്ക്, ഈ പോസ്റ്ററിനുമെതിരെ ഈ പള്ളി അധികൃതർ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പള്ളി വികാരി സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ അദ്ദേഹം ഇറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പള്ളിക്കോ മറ്റ് ആരാധനാ കേന്ദ്രങ്ങൾക്കോ ബന്ധമില്ല. കൂടാതെ പള്ളിയുടെ ചിത്രവും കുർബാനയെയും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചതിനെ ശക്തമായി എതിർക്കുന്നു എന്നും അദ്ദേഹം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇപ്രകാരം ഒരു ആഘോഷ പരിപാടി, ആ പോസ്റ്ററിൽ പറയുന്ന തരത്തിൽ ഒരു ആഘോഷ പരിപാടിയും പള്ളിയിൽ വെച്ച് നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവം ചർച്ചയാകുന്നുണ്ട്. ഒരു പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനായിട്ടുള്ള ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. നിഷാദ്.